ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 നവംബർ 17 മുതൽ 21 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് നൽകിയ പ്രകടനം നോക്കുമ്പോൾ സെൻസസ്, നിഫ്റ്റി എന്നീ ഇൻഡെക്സുകൾ ചെറിയ നേട്ടത്തോടെ ഈ ഒരു വീക്കിൽ ക്ലോസ് ചെയ്തു. RBI പ്രഖ്യാപിച്ച കയറ്റുമതിക്കാർക്ക് അനുയോജ്യമായ ട്രേഡ് റിലീഫ് നടപടികളും ചേർന്ന് നിക്ഷേപകരുടെ മനോഭാവത്തിൽ ഒരു പോസിറ്റീവ് ടോണാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസത്തിലെ വലിയ ട്രേഡ് ഡെഫിസിറ്റും കയറ്റുമതിയിലെ 11.8 താഴ്ചയും വിപണിയെ കുറച്ച് ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ടായി സെൻസസ് 669 പോയിന്റും നിഫ്റ്റി ഏകദേശം 158 പോയിന്റും ഉയർന്നു. മറുവശത്ത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1.30% വീതം ഇടിഞ്ഞതോടെ ബ്രോഡർ മാർക്കറ്റിൽ വിൽപ്പന സമ്മർദ്ദം വ്യക്തമായിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് PMI പാർട്ടിൽ സാമ്പത്തിക വളർച്ച തുടർന്നുവെങ്കിലും ഫാക്ടറി പ്രവർത്തനങ്ങളുടെ ചലനം കുറയുന്നതായി സൂചന ലഭിക്കുന്നുണ്ട്. ഈ ഒരാഴ്ച മുഴുവൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർച്ചയും ഇടിവും നിറഞ്ഞ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് കാണാനുണ്ടായത്. തിങ്കളാഴ്ച മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 0.66%ഉം 0.59%ഉം ഉയർന്നതോടെ ഈ ഒരു വീക്ക് പോസിറ്റീവായി ആരംഭിച്ചു. എന്നാൽ ചൊവ്വാഴ്ച സെൻസസ് 277 പോയിന്റും നിഫ്റ്റി 103 പോയിന്റും നഷ്ടത്തിൽ വന്നതോടെ ലാഭം മുതൽ മുടക്കിലേക്ക് മാറി. ബുധനാഴ്ച സെൻസസ് 513 പോയിന്റും നിഫ്റ്റി 148 പോയിന്റും ഉയർന്നു. വ്യാഴാഴ്ചയും ഈ ഒരു മൊമെന്റം തുടരുകയും സെൻസസ് 446 പോയിന്റ് നേടുകയും ചെയ്തു. എന്നാൽ വെള്ളിയാഴ്ച വലിയൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായതോടെ സെൻസസ് 400 പോയിന്റും നിഫ്റ്റി 124 പോയിന്റും നഷ്ടപ്പെടുത്തി. ആഴ്ചയിൽ വളർച്ച ഉണ്ടായെങ്കിലും അവസാന ദിവസത്തെ ഇടിവ് വിപണിയിൽ ഇൻകൺസിസ്റ്റൻസി ഇപ്പോഴും ഉയർന്ന നിലയിലാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു RBI പുറത്തിറക്കിയ ട്രേഡ് റിലീഫ് മെഷേഴ്സ്. ആഗോള വ്യാപാരത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, ഉയർന്ന താരിഫുകൾ, ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾ എന്നിവ കാരണം ബുദ്ധിമുട്ടുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാണ് RBI നൽകിയിട്ടുള്ളത്. എക്സ്പോർട്ട് പ്രൊസീഡ്സ് റിയലൈസേഷൻ കാലാവധി 9 മാസത്തിൽ നിന്ന് 15 മാസമായി ഉയർത്തുകയും അഡ്വാൻസ് പേയ്മെന്റ് ഷിപ്മെന്റ് കാലാവധി 1 വർഷത്തിൽ നിന്ന് 3 വർഷമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ടേം ലോൺ റീപേയ്മെന്റും വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റും ഡിസംബർ 31 വരെ എക്സ്റ്റൻഷൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എക്സ്പോർട്ട് ക്രെഡിറ്റ് കാലാവധി 270 ഡേയ്സിൽ നിന്ന് 450 ഡേയ്സ് ആയി വർദ്ധിപ്പിച്ചതും ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി ഫ്ലെക്സിബിലിറ്റി നൽകുന്നതാണ്. ഈ നടപടികൾ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ, ജ്വല്ലറി, എഞ്ചിനീയറിംഗ്, ഗുഡ്സ് പോലെയുള്ള മേഖലകൾക്കാണ് ഉപകാരപ്പെടുന്നത്. ഒക്ടോബർ മാസത്തിലെ ഇന്ത്യയുടെ കയറ്റുമതി 11.8% വരെ കുറഞ്ഞതും ഇറക്കുമതി 16.63% വർദ്ധിച്ചതും ചേർന്ന് ട്രേഡ് ഡെഫിസിറ്റ് $41.68 ബില്യൺ എന്ന ഉയർന്ന നിലയിലെത്തി. ഇറക്കുമതിയിൽ വലിയ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും സ്വർണവും വെള്ളിയുമായിരുന്നു. സ്വർണത്തിന്റെ ഇറക്കുമതി വെറും ഒരു വർഷത്തിനുള്ളിൽ $4.92 ബില്യൺ നിന്ന് $14.72 ബില്യൺ ആയി കുതിച്ചു. PMI ഡേറ്റയിൽ കോമ്പോസിറ്റ് ഔട്ട്പുട്ട് ഇൻഡെക്സ് 59.9 എന്ന ശക്തമായ വളർച്ചാ നിലയിൽ തുടരുമ്പോഴും മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി 6 മാസത്തെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ എത്തിയത് ശ്രദ്ധേയമായി. സർവീസ് PMI 58.9 നിന്ന് 59.5 ആയി ഉയർന്നിട്ടും മാനുഫാക്ചറിംഗ് PMI 59.2 നിന്ന് 57 പോയിന്റ് ആയി ഉയർന്നത് ഫാക്ടറി ഡിമാൻഡിൽ ഒരു ജെന്റിൽ അപ്രോച്ച് കണ്ടതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ നിയർ ടേം എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഒരു ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ആണ് നൽകുന്നത്. ഏഷ്യയിൽ സിംഗപ്പൂരിന് $7.24 ബില്യൺ എന്ന ഉയർന്ന ട്രേഡ് സർപ്ലസ് ഉണ്ടായപ്പോൾ ജപ്പാനിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 3% ആയി ഉയർന്നതോടെ ബാങ്ക് ഓഫ് ജപ്പാൻ കൂടുതൽ റേറ്റ് ഹൈക്സ് ചിന്തിക്കുന്ന സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അമേരിക്കയിൽ സെപ്റ്റംബർ മാസത്തിൽ 1.19% ജോലികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4.4% ആയതോടെ ലേബർ മാർക്കറ്റ് പ്രോബ്ലംസിന്റെ സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ ഇന്ത്യൻ വിപണിയെയും നിക്ഷേപകരുടെ മനോഭാവത്തെ നേരിട്ട് സ്വാധീനിക്കും. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.